മുട്ട പല രീതിയിൽ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു മുട്ട നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ സാധനം സെറ്റാവും കേട്ടോ. നല്ല മഴയത്ത് വൈകുന്നേരം കട്ടൻ കാപ്പീൻ്റെ കൂടെ കടിക്കാൻ പറ്റിയ സാധനമാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതാ പാൻ ചൂടായി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് ഇനി കുനുകുനാന്നരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ഒന്നിട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ സംഭവം ഇവിടുന്നല്ലേ, കഴിഞ്ഞ ദിവസം തറവാട്ട് പോയപ്പം അവിടുന്ന് ഇക്കൻ്റെ അനിയനെ ഞങ്ങളെല്ലാവരും മോനെന്ന് വിളിക്കാം. ഈ മോൻ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഓരോ പൊടിക്കൈകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരും. അങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഓനാണ് ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ശരിക്കും എന്തൊക്കെ ഇട്ടെന്ന് ചോദിച്ചു കാണുക, ഇതുള്ള ഇട്ട മസാലകളൊന്നും തന്നെ ഓനക്ക് വ്യക്തമായിട്ട് അറിയില്ല. കിച്ചണിലെ ഷെൽഫിൽ കണ്ട് സകലമാന പൊടി ഇട്ടെന്നാണ് ഓൻ പറഞ്ഞത്. അപ്പോഴാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളത് കുറച്ചൊരു കശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ. ആ പച്ചമണമൊക്കെ മാറിയ മസാലകളൊക്കെ ശരിക്കും ഇങ്ങോട്ട് ആയതിന് ശേഷം നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കോഴിമുട്ട, നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട വരഞ്ഞതിൻ്റെ ശേഷം കേട്ടോ, അതായത് കത്തി കൊണ്ട് വരട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മസാല മുട്ടൻ്റെ മേലെ ഫുള്ള് പറ്റിയതിൻ്റെ ശേഷം കുറച്ച് നേരം ഒന്ന് ആ ചൂടിലവിടെ കിടന്നോട്ടെ. പിന്നെ അതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. ഈ സമയത്ത് കൊത്തിയരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലൊക്കെ അതിൻ്റെ മേലിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറായി. അപ്പോൾ അത് ആ കട്ടൻ കാപ്പീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഉഷാറ് സാധനം കേട്ടോ. നല്ല ടേസ്റ്റിന്. പിന്നെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുത്താൽ കേട്ടോ. എൻ്റെ ഇത്തിരി ഉപ്പ് മുന്നേക്ക് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാലും സംഭവം നല്ല പൊളിയാണ് കേട്ടോ. സാധാരണ മുട്ട കഴിക്കണേക്കാളും എന്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക. നമുക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ മടിക്ക് നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ വെറുതെ കോഴിമുട്ട പുഴുങ്ങി കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.